എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന്റെ അവസാനം നമ്മൾ കണ്ടത് ഗിരിദേവൻ ധ്യാനിച്ചിരുന്നതിന് ശേഷം ബാബരോട് ആ കാര്യങ്ങളൊക്കെ പറയാണ്. ഉണ്ണിമോളെ കുറിച്ചും ജീവയെ കുറിച്ചൊക്കെയുള്ള ഉണ്ണിമോൾക്ക് മണിമാളിയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. മണിമാളിയില് ഉള്ള ആ സ്ത്രീയും പുരുഷനും ഉണ്ണിമോളോട് ചില നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ണിമോൾ അതെല്ലാം അംഗീകരിച്ചെന്ന് പറയണം. വാവര് ചോദിച്ച് എന്ത് നിബന്ധനകളാ ഗിരിദേവാന്ന് ചോദിക്കുക. ഒന്നാമത്തെ നിബന്ധന അവര് പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവർക്ക് രുചികരമായ ഫുഡ് കൊണ്ടേ കൊടുക്കണം. അതും അവിടെ നിൽക്കുന്ന പാത്രം നിറയെ കൊണ്ടേ കൊടുക്കണമെന്ന് പറഞ്ഞ് അത് കഴിച്ച് അവർക്ക് തൃപ്തിയാണ്. പക്ഷെ ഉണ്ണിമോൾ അതെല്ലാം സമ്മതിക്കുകയതേ. വരാൻ പോകുന്ന വലിയ ചതിയെക്കുറിച്ച് ഉണ്ണിമോൾക്ക് അറിയില്ലല്ലോ. പിന്നീട് ബാവര് ചോദിച്ചു ഇത് മാത്രമേ പറഞ്ഞുള്ള ഗിരിദേവാന്ന് ചോദിക്കുക. അപ്പൊ ഗിരിദേവൻ പറഞ്ഞു ഇത് മാത്രമല്ല നിബന്ധന വെച്ച് വേറൊരു കാര്യം കൂടെ പറയാണ്. പിന്നീട് ഗിരിദേവൻ ആ കാര്യങ്ങൾ ബാവരോട് പറയാണ്. ഉണ്ണിമോളും ജീവൻ കൂടെ ആ ഒരു നിബന്ധന കെട്ടിഞ്ഞപ്പോ അത് അനുസരിക്കുവാണെങ്കിൽ പുറത്തു പോകാലോ എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ജീവയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നല്ല ചുമയും പനിയാ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. പക്ഷേങ്കിൽ ആ മണിമാളയുള്ള ആരും ശത്രുക്കളായിട്ട് ഇവരെ കാണുന്നില്ല. ജീവയുടെ ജീവൻ ഒരു പക്ഷേങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ദോഷമായിട്ട് ഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് അവർ ജീവനെ പുറത്തു പോകാനായിട്ട് സമ്മതിക്കുന്നത്. എങ്ങനെയും മരുന്നൊക്കെ വാങ്ങിക്കണമല്ലോ. പക്ഷെ പുറത്തു വിടും. പക്ഷെ പുറത്തു വിടണമെങ്കിലാണ് ആ നിബന്ധന. അവർക്ക് രുചിയോടെ ഭക്ഷണമൊക്കെ കൊടുക്കണം. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ പറഞ്ഞത്, നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ വാതിൽ തുറന്നു തരും. പക്ഷേങ്കിൽ അങ്ങനെ പോകുന്ന സമയത്ത് അവസാനം നിങ്ങളുടെ ഓർമ്മയിൽ വന്ന 3 മുഖങ്ങള്, അതിലൊരു മുഖം മാത്രം നിങ്ങളുടെ കൺമുന്നിലുണ്ടാവത്തുള്ളൂ, നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ കിട്ടത്തുള്ളൂ. ബാക്കി ആരെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു ഓർമ്മ ഉണ്ടാകത്തില്ല. ഇതിനു മുമ്പ് കണ്ട ആരും നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ലെന്ന് പറയണം. ഇത് കേട്ടത് ഉണ്ണിമോളൊന്നും ഞെട്ടി. ദൈവമേ, ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ഓർമ്മകളും പോകും. ആകെപ്പാടെ അവസാനം ഓർത്ത 3 മുഖങ്ങളിൽ ഒരു മുഖം മാത്രമായിരിക്കും. എന്ത് ചെയ്യണം? എന്റെ അയ്യപ്പസ്വാമി കാത്തോണിത് പ്രാർത്ഥിക്കുന്നുണ്ട്. ജീവയ്ക്കാണെങ്കിലോ ജീവയ്ക്ക് വല്ലാത്തൊരവസ്ഥയാ. അത് ആ നിബന്ധനയൊക്കെ പാലിക്കാൻ മാത്രം നിങ്ങൾ ഇവിടുന്ന് പുറത്തു കിടന്നാൽ മതിയെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഉണ്ണിമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഒരു കാര്യം മനസ്സിലായി, ജീവൻ രക്ഷിക്കണമെങ്കിൽ ഇവിടുന്ന് പുറത്ത് കടന്നേ മതിയാവുള്ളൂ. പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറയുവാണ്. അങ്ങനെ ആ സ്ത്രീ പുറത്തേക്ക് കൈ ഇങ്ങനെ ചൂണ്ടുമ്പത്തേനും ആ വാതിൽ തുറക്കുവാണ്. ഈ സമയം ജീവ ഞാൻ വരുന്നില്ലെന്നും പറഞ്ഞ് അവിടെ നിൽക്കുക. പക്ഷേങ്കിൽ ഉണ്ണിമോള് ബലമായിട്ട് ജീവയുടെ കയ്യെ പിടിച്ച് പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവരുവാണ്. ആ സമയത്തൊക്കെ മുത്തശ്ശി ക്ഷേത്രത്തിലിരിക്കുക. മുത്തശ്ശിക്കാണ് വീട്ടിലേക്ക് പോകാൻ പോലും തോന്നില്ല. ഉണ്ണിമോൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. ഉണ്ണിമോളെ കുറിച്ച് ഇനിയിപ്പോൾ ആരോട് ചോദിച്ചാലും എനിക്ക് അറിയാൻ പറ്റുന്നേ. ഒരു പക്ഷേ കിഴക്കേ വാതിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കല്ലുവിന്റെ ചേട്ടൻ അവിടെയുണ്ട്. കല്ലുവിന്റെ ചേട്ടനോട് ചോദിക്കുകയാണെങ്കിൽ കല്ലും ജയന്തനും അവരൊക്കെ എങ്ങോട്ടാ പോയെന്ന് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ദേവകിയമ്മ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് തിരുമേനി അങ്ങോട്ട് വരുന്നത്. തിരുമേനി വന്നിട്ട് ചോദിച്ചു അല്ല ദേവകിയമ്മേ, ഇതുവരെയായിട്ട് ദേവകിയമ്മ പോയില്ലേ എന്ന് ചോദിക്കുക. ഇല്ല തിരുമേനി എന്ന് പറയാം. എന്ത് പറ്റി? ദേവകിയമ്മയുടെ മുഖത്ത് ആകെപ്പാടെ ഒരു സങ്കടമാണല്ലോ എന്ന് പറയാം. അത് എനിക്ക് ഉണ്ണിമോളെ കുറിച്ച് ഓർത്തിട്ടാന്ന് പറയാം. ഉണ്ണിമോളെ കുറിച്ചോ? ഉണ്ണിമോൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. പിന്നീട് തിരുമേനിയോട് പറയുന്നുണ്ട് ജയന്തനെ കല്ലുവിനെയൊക്കെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇവിടെ മുമ്പ് തിരുവാഭരണം പണിക്കാൻ അവിടുത്തെ ആ സ്ത്രീ വന്നതും അതെല്ലാ കാര്യങ്ങളെല്ലാം പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം തിരുമേനി പറഞ്ഞു അതെ ദേവകിയമ്മ വിഷമിക്കണ്ട കേട്ടോ. ഉണ്ണിമോള് പോയപ്പോ കൂടെ ഗിരിദേവനും ഇല്ലേ. പിന്നെ ദേവകിയമ്മയ്ക്ക് എന്തിനാ വിഷമമെന്ന് ചോദിക്കുക. ഉണ്ണിമോൾക്ക് ഒരു ആപത്തും വരത്തില്ല എന്ന് പറയാം. എന്നാലും തിരുമേനി എനിക്കറിയില്ല, എന്റെ മനസ്സിൽ വല്ലാത്തൊരു ആദ്യം വെപ്രാളമൊക്കെ ആർക്കെന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നെന്ന്. ഒരു പക്ഷേങ്കിൽ എന്റെ ഉണ്ണിമോൾക്കായിരിക്കും അത്. ഉണ്ണിമോളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എനിക്ക് എങ്ങനെയായാലും ഉണ്ണിമോളെ കണ്ടെത്തണമെന്ന് പറയാം. ദേവയമ്മ വിഷമിക്കാതിരിക്കുക. ഒരു ദിവസം അവിടെ കഴിയട്ടെ. വന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാന്ന് പറയാം. ദേവകമ്മ വീട്ടിലേക്കല്ലേ അയ്യപ്പസ്വാമിയല്ലേ കൂട്ടിനുള്ളേ. അതുകൊണ്ട് ഉണ്ണിമോൾക്ക് ഒരാപത്ത് സംഭവിക്കില്ല. ഇതിന് മുമ്പ് ഇതിനേക്കാളും വലിയ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നല്ലേ. അതുകൊണ്ട് ഇനി എന്തിനാ ദേവകമ്മ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുക. അങ്ങനെ ദേവകമ്മ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അനസൂയ ദേവകമ്മനെ കാണാതെ വല്ലാത്ത വെപ്രാളത്തിലിരിക്കുകയാണ്. പിന്നീട് ചോദിച്ചു അമ്മ ഇതെന്താ അമ്മേ ഇത്ര സമയം താമസിച്ചേ? അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയുടെ മുഖം വല്ലാതെ വെക്കില്ലോ എന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ മോളെ, എനിക്ക് ഉണ്ണിമോളെ കുറിച്ചുള്ള ഒരു വിവരം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. അമ്മയോട് പറഞ്ഞല്ലോ, ഇന്ന് ഒരു ദിവസം അവിടെ നോക്കാം. ഇല്ലെങ്കിൽ നാളെ വിനോദേട്ടൻ നമുക്ക് കിഴക്കേവാതിൽ അങ്ങോട്ട് പറഞ്ഞു വിടാം. അവിടെ ചെല്ലുമ്പോൾ അറിയാലോ അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറയാം. അങ്ങനെ ദേവികമ്മനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ഉണ്ണിമോളും ജീവൻ കൂടെ പുറത്തേക്ക് വരുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ഉണ്ണിമോള് വരുന്നേ. കാരണം പഴയ മുഖങ്ങളോ ഓർമ്മയില്ല. ആ 3 മുഖങ്ങളിൽ ഒരു മുഖം മാത്രം ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. അത് ആരായിരിക്കും എന്ന് പോലും ഉണ്ണിമോൾക്ക് അറിയത്തില്ലാത്ത
ഒരവസ്ഥയല്ല വരുന്നത്. അങ്ങനെ ജീവേനെ കൂട്ടിക്കൊണ്ട് വരുമ്പോഴാണ് ബാബരും ഗിരിദേവനും അവിടെ ഇരിക്കുന്ന കണ്ടേ. ഇവരെ കണ്ടതും ഉണ്ണിമോൾ അങ്ങോട്ട് ചെല്ലുക. ഉണ്ണിമോൾക്ക് മനസ്സിലായത് ഗിരിദേവനെ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ, ബാബരെ മനസ്സിലായിട്ടില്ല. 3 മുഖങ്ങളിൽ ഒരു മുഖം എന്നാ പറഞ്ഞേ. അപ്പൊ അതിനകത്ത് ഗിരിദേവന്റെ മുഖമാണ് ഉണ്ണിമോളുടെ മനസ്സിലുണ്ടായിരുന്നേ. പക്ഷെ ജീവിക്ക് അവരൊന്നും അറിയത്തില്ലല്ലോ. അങ്ങനെ അവിടെ വന്ന് നിന്നപ്പോഴത്തേനും ഗിരിദേവനെ കണ്ടപ്പോൾ ഗിരിദേവാന്നും പറഞ്ഞ് ചെല്ലുവാണ്. ഗിരിദേവൻ ഉണ്ണിമോളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. പിന്നീട് വാവരെ കാണിച്ചിട്ട് ചോദിച്ചു, ഇതാരാന്ന് മനസ്സിലായെന്ന് ചോദിക്കുക. ഇല്ല, എനിക്കിത് ആരാന്ന് അറിയില്ല എന്ന് പറയാം. പെട്ടെന്ന് ബാവര് ഗിരിദേവനെ ഒന്ന് നോക്കുവാണ്. ഗിരിദേവൻ മുമ്പ് ബാവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ബാവർക്ക് എല്ലാ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഉണ്ണിമോള് പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, എനിക്ക് വേറെ ആരെയും ഓർമ്മ കിട്ടുന്നില്ലെന്ന് പറയാം. കാരണം മുമ്പ് കണ്ട കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. ഉണ്ണിമോടെ എന്താ എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. ആകെപ്പാടെ ഗിരിദേവന്റെ മുഖം മാത്രമുണ്ട്. താൻ ആരാ എന്താന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. ഈ സമയം ജീവിക്കും അതെ, ജീവിക്കും അതുപോലെ തന്നെയായിരുന്നു. ജീവിയുടെ മനസ്സിൽ നിന്ന് മുമ്പത്തെ കാര്യങ്ങളെല്ലാം മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. താൻ ആരാ എന്താണെന്ന് അവസ്ഥ അറിയത്തില്ലാത്ത പോലെ നിപ്പം. ജീവിക്കാണെങ്കിൽ ചുമയും പനിയൊക്കെ കലശലായിട്ട് കൂടിയിരിക്കുക. ഈ സമയം ഉണ്ണിമോള് ഗിരിദേവനോട് പറഞ്ഞു, ഗിരിദേവ ജീവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ജീവിക്ക് തീരെ വയ്യാന്ന് പറയാം. ഗിരിദേവൻ പറഞ്ഞു, അതെ ഉണ്ണിമോള് വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജീവനെ ഉണ്ണിമോളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ലീലയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ മണിമാളയെ ലക്ഷ്യമാക്കി നീങ്ങുവാണ്. കാരണം ഇനിയിപ്പം അവിടെ ചെന്നിട്ടും പ്രയോജനമൊന്നും തോന്നില്ല. ഗിരിദേവൻ എന്നെ അകത്താണെങ്കിൽ ഒരു പക്ഷേങ്കിൽ രക്ഷിച്ചുകൊണ്ട് വരുന്നത് തൻ്റെ മോനെ രക്ഷിച്ചുകൊണ്ട് വരുമെന്ന് അറിയത്തില്ല, ഉണ്ണിമോളെ മാത്രമാണ് രക്ഷിച്ചുകൊണ്ട് വരുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ വിഷമിച്ചിങ്ങ് നടക്കുക. അപ്പോഴേക്കും ജീവിയുടെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു. ചുമയും പനിയും കലശലായിട്ട് വന്നു. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു, ഗിരിദേവ ജീവിക്ക് തീരെ വയ്യ, എന്തെങ്കിലും മരുന്ന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ജീവിയുടെ ജീവൻ തന്നെ അപകടത്തിലാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, ഉണ്ണിമോൾ എന്തിനാ വിഷമിക്കണേ, ജീവിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. പിന്നീട് ഗിരിദേവൻ ജീവനെ നോക്കണം. അങ്ങനെ നോക്കി കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ജീവിയുടെ ആ പനിയും ചുമയൊക്കെ അവിടെ കുറഞ്ഞു വരുവാണ്. അങ്ങനെ ജീവിക്ക് സുഖമായിട്ട് വരുവാണ്. പിന്നീട് ജീവനെ എന്ത് ചെയ്യുവാണ്, അവിടെ ആ മണിമാളയുടെ ഫ്രണ്ടിൽ അവിടെ ഇരുത്തുവാണ് കൊണ്ടുപോയി. അവിടെ ഇരുത്തിയിട്ട് ഉണ്ണിമോളോട് പറഞ്ഞു, ബാ ഉണ്ണിമോളെന്ന് പറഞ്ഞ് ഉണ്ണിമോളെ വിളിക്കണം. അല്ലെ ഗിരിദേവ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കണം. ഉണ്ണിമോള് വരാനും പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാം. ഈ സമയത്താണ് അങ്ങോട്ട് ലീല വരുന്നത്. ലീല വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ണിമോളെയും ഗിരിദേവനും ബാവരെയും കാണുന്നുണ്ട്. ഉണ്ണിമോളെ കണ്ടപ്പോഴത്തേനും ലീല പെട്ടെന്ന് ഉണ്ണിമോളെയും വിളിച്ചോണ്ട് വരുന്നുണ്ട്. പക്ഷെ ഉണ്ണിമോൾക്ക് ലീലേനെ കണ്ട് മനസ്സിലായില്ല. കാരണം ഉണ്ണിമോളുടെ മനസ്സിലെ ലീലയുടെ മുഖമൊന്നും ഇല്ലായിരുന്നു, അതെല്ലാം മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ സമയം ഉണ്ണിമോൾ ഒരു പരിചയഭാവം കാണിക്കാത്തപ്പം ലീല ചോദിച്ചു, ഉണ്ണിമോൾക്ക് എന്നെ മനസ്സിലായില്ലെന്ന് ചോദിക്കുക. ഗിരിദേവൻ പറഞ്ഞു, അതെ ഉണ്ണിമോൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ട, ഉണ്ണിമോൾക്കൊന്നും അറിയില്ല എന്ന് പറയാം. ഉണ്ണിമോളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ രൂപമൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു പറയാം. ഇത് കേട്ടത് ഒരു ഞെട്ടലുണ്ടായി. അയ്യോ അപ്പൊ ഇനി എന്ത് ചെയ്യും, ജീവനെ അവിടെ കണ്ടോ ഇല്ലെന്ന് എങ്ങനെ ഞാൻ ചോദിക്കും, ആരോട് ചോദിക്കും എന്നൊക്കെ ചോദിക്കുക. ഈ വെപ്രാളോ വിഷമമൊക്കെ ഗിരിദേവൻ കണ്ടു. ഗിരിദേവൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എൻ്റെ മോന മണിമാളയ്ക്കകത്തുണ്ടായിരുന്നു. അല്ല നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ എൻ്റെ മോനെ അവിടെ കണ്ടോ, ജീവനെ മണിമാളയ്ക്കുള്ളിൽ കണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, ജീവയോ അതെ എൻ്റെ മകനാന്ന് പറയാണ്. പിന്നീട് ഗിരിദേവനുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നു. താൻ ചെയ്ത ഒരു തെറ്റ്, എൻ്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ആ മണിയടിപ്പിച്ച ഉണ്ണിമോളെ കൊണ്ട് ആ മണിയടിപ്പിച്ച അതിൻ്റെ അകത്തേക്ക് വിട്ടത്. പക്ഷെ എൻ്റെ മോൻ അപകടം പറ്റിയില്ലേ, ഞാനിനി ആരാടാ ചോദിക്കുന്നത്, എനിക്കറിയില്ല എന്ന് പറയാം. ഈ സമയത്ത് ഗിരിദേവൻ ഉണ്ണിമോളോട് പറഞ്ഞു, ഇവർ പറയുന്നത് എന്താണെന്നറിയാവോ, ഇവരുടെ മോനും അതിനകത്തുണ്ടായിരുന്നു, ഇവരുടെ മോൻ ആരാന്നറിയാവോ, ജീവയാന്ന് പറയുവാണ്. ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു, ജീവ അവിടെ ഇരിപ്പണെന്ന് പറയാണ്. ഇത് കേട്ട ലീല അങ്ങോട്ട് ഓടുവാണ്, മണിമാളയോട് അങ്ങോട്ട് ഓടുവാണ്. പക്ഷെ അവൾക്കറിയത്തില്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ അവൻ തൻ്റെ മുഖം ഓർക്കുന്നുണ്ടോ തന്നെ ഓർക്കുന്നുണ്ടോന്നും അറിയത്തില്ല. എന്താണെങ്കിലും ലീല അങ്ങോട്ട് ഓടുക. ഈ സമയത്ത് ഗിരിദേവനോട് ബാവരി ചോദിക്കുന്നുണ്ട്, അല്ല ഗിരിദേവ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആ അമ്മേനെ ജീവ തിരിച്ചറിയുമോ എന്ന് ചോദിക്കുകയാണ്. ഇതിന് മറുപടിയായിട്ട് ഗിരിദേവൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത്. നാളെ അറിയാം. ഇനിയിപ്പം ഉണ്ണിമോളുടെ ഓർമ്മശക്തി അയ്യപ്പസ്വാമി തിരികെ കൊടുക്കുന്നുണ്ട്. കാരണം ഓർമ്മശക്തി ഇല്ല ഉണ്ണിമോൾക്ക്, പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അപ്പൊ ആ ഒരു കാര്യം ഉണ്ണിമോളെ തലയെ കൈവച്ച് അയ്യപ്പസ്വാമി അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ഉണ്ണിമോൾക്ക് പഴയ ആ ഓർമ്മശക്തിയൊക്കെ കിട്ടുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.